aromamari.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ ജീന ജോർജ് ആണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. താല്പര്യമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പ്രേക്ഷകർക്ക് സംബന്ധിക്കാവുന്നതാണ്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ ജീന ജോർജിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയിലേക്ക് സാക്ഷ്യം പറയുന്നതിനായിട്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സർവകൃപാലുവായ ദൈവത്തിന് മുന്നമേ മഹത്വം കരയറ്റുന്നു. അരോമ ടിവിയുടെ നായകത്വം വഹിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഡാനിയേൽ ജോൺ അവറുകളോടുള്ള എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. ഒപ്പം അരോമ ടിവിയുടെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാരോടുമുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ പേര് ജീന ജോർജ് എന്നാണ്. ഞാൻ കേരളത്തിൽ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള അല്ലപ്ര എന്ന സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഹസ്ബൻഡും 2 ആൺകുട്ടികളും ഉണ്ട്. ഹസ്ബൻഡ് ജോർജ് MM. അദ്ദേഹം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഫാം സൂപ്രണ്ടായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. മക്കൾ, മൂത്ത മകൻ അലൻ മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇളയ മകൻ ഐവിൻ ഇപ്പോൾ MBA പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു സ്കൂൾ അധ്യാപികയാണ്. കഴിഞ്ഞ 34 വർഷമായി അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വീടിനടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിലെ പ്രധാന അധ്യാപികയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാല്യകാലത്തെ കുറിച്ച് പറയുമ്പോൾ മാതാപിതാക്കൾ, എനിക്ക് 2 സഹോദരിമാരുണ്ട്. ഞാൻ നടുവിലത്തേതാണ്. എൻ്റെ ചേച്ചിയും അനിയത്തിയും ഉണ്ട്. ഞങ്ങൾ 3 പേരും പെരുമ്പാവൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ കുടുംബസ്ഥരായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ 2 പേരും ജോലിക്കാരായിരുന്നത് കൊണ്ട് തന്നെ വളരെ നല്ല മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങളുടെ കുടുംബം എൻ്റെ ബാല്യത്തിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പഠനത്തിൽ പ്രായം മുതൽ ഞാൻ പഠനത്തിൽ നല്ല മികവ് പുലർത്തുകയും അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ നല്ല ഉന്നതമായ നിലവാരത്തിൽ പഠനം തുടരുകയും ചെയ്തു. ഞാൻ എൻ്റെ 10th ക്ലാസ് ആയപ്പോഴേക്കും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളില് ഏറ്റവും മികച്ച മാർക്കോടുകൂടി ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാകുവാനൊക്കെ ദൈവം കൃപ ചെയ്തു. ഞങ്ങൾ ഒരു പാരമ്പര്യ യാക്കോബായ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസും ഒക്കെ ആ പാരമ്പര്യം തുടരുകയും അതിൽ ഞങ്ങളെ വളർത്തിക്കൊണ്ടു വരുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. രാവിലെയും വൈകുന്നേരവും ഉള്ള
സന്ധ്യയ്ക്കുമുള്ള പ്രാർത്ഥനകളും എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുന്നതും അങ്ങനെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എൻ്റെ മാതാപിതാക്കൾ വളരെ കാർക്കശ സ്വഭാവം പുലർത്തുകയും ഞങ്ങൾ അങ്ങനെ ഒരു വളരെ അച്ചടക്കത്തോടു കൂടിയ ഒരു ബാല്യകാല ജീവിതമാണ് തുടർന്നുകൊണ്ടിരുന്നത്. എൻ്റെ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മാതാവ് ഒരു അധ്യാപികയായിരുന്നത് കൊണ്ട് തന്നെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ TTC പഠനത്തിന് ചേരുകയും 2 വർഷത്തെ TTC പഠനം പൂർത്തീകരിക്കുകയും ഉടനെ തന്നെ എൻ്റെ 20 വയസ്സ് കഴിഞ്ഞ സമയത്ത് തന്നെ മലപ്പുറം ജില്ലയിൽ എനിക്ക് ഒരു മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂളിൽ ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെ 1992 ജൂൺ മാസത്തിൽ ഞാൻ ആ സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചു. ആ സ്കൂളിലും വളരെ നല്ല രീതിയിൽ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ വ്യത്യസ്ത ജില്ലകളിൽ നിന്നും ചെന്ന അധ്യാപകരൊക്കെ ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ അവിടെ ധാരാളം കുട്ടികളും ധാരാളം അധ്യാപകരും ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയുള്ള ഒരു ജീവിതമായിരുന്നു അവിടെയും തുടർന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വർഷം കഴിഞ്ഞ് പിറ്റേ വർഷം 1993 ജൂലൈ മാസമായപ്പോൾ അത് ഒരു 15-ാം തീയതി ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ശരീരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും എനിക്ക് വല്ലാത്ത പനി അനുഭവപ്പെടുകയും ചെയ്തു. ആ സമയത്ത് എൻ്റെ അവിടെ മെഡിസിൻ ഒക്കെ എടുത്തുവെങ്കിലും കുറയാതെ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ നാട്ടിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി. ഇവിടെ ഞങ്ങൾ പെരുമ്പാവൂരിൽ 1-2 ഡോക്ടർമാരെയൊക്കെ അടുത്തുപോയി മരുന്നുകളൊക്കെ എടുത്തുവെങ്കിലും എനിക്ക് ഈ അസ്വസ്ഥതകളും പനിയും ഒട്ടും കുറയാതെ വന്നു. അങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഞങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ അന്നത്തെ കാലത്ത് കിട്ടാവുന്ന മെച്ചപ്പെട്ട സൗകര്യങ്ങളിലുള്ള ഒരു ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. അപ്പോ ഈ അസുഖം തുടങ്ങുന്നതിന് ഈ അസുഖം വരുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മുതൽ ഞാനിങ്ങനെ കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ചിന്ത ഇങ്ങനെയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ ഉടനെ മരിക്കും എന്നുള്ള ഒരു ആരോ എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെയുള്ള ഒരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ ആ ചിന്ത അവഗണിക്കുകയും അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ധൈര്യത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷെ എനിക്ക് ഈ പനി വന്നതോടുകൂടി ഞാൻ ആകെ ഡൗൺ ആവുകയും എനിക്ക് വല്ലാതെ മാനസികമായിട്ട് ഈ ചിന്ത എന്നെ അലട്ടുവാനും തുടങ്ങി. പക്ഷെ ഞാൻ ഇതെന്റെ മാതാപിതാക്കളോടോ സഹോദരിമാരോടോ ഒന്നും ഇത് ഞാൻ പറഞ്ഞില്ല. ഞാനിങ്ങനെ വളരെ പേടിയോടുകൂടി ആ ദിവസങ്ങൾ നീക്കി. അവസാനം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും ഞാൻ വണ്ടിയിലേക്ക് കയറുമ്പോഴും ഞാൻ തിരിഞ്ഞൊന്ന് എൻ്റെ വീട്ടിലേക്ക് നോക്കി. ഇനി ഞാൻ ഈ വീട്ടിലേക്ക് മടങ്ങി വരില്ല എന്ന് എൻ്റെ ഉള്ളത്തിൽ ആരോ പറയുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടാണ് വണ്ടിയിൽ വളരെ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വണ്ടിയിലേക്ക് കയറിയത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എനിക്ക് വളരെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. എൻ്റെ വയറ് വല്ലാത്ത വേദന തുടങ്ങി. അപ്പോൾ ഡോക്ടർമാര് സ്കാനിങ് നടത്തിയിട്ട് എൻ്റെ ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ട്. അപ്പൊ ആ സിസ്റ്റ് ഈ ടെമ്പറേച്ചർ ഒക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം എന്നൊരു കൺക്ലൂഷനിൽ അവര് ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി. ആ സമയത്ത് എനിക്ക് ടൈഫോയിഡ് പനിയാണ്. അപ്പൊ പനി വളരെ ദിവസങ്ങളോളം ഇങ്ങനെ നിൽക്കുകയാണ്, വളരെ കൂടിയിരിക്കുകയാണ്. 106 ഡിഗ്രി ടെമ്പറേച്ചർ ഒക്കെയാണ് എപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ സ്കാനിങ് ഒക്കെ നടന്ന അന്ന് വൈകുന്നേരമായപ്പോഴേക്കും എനിക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാകാൻ തുടങ്ങി. എനിക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ വന്നു. എനിക്ക് തന്നെ ഫീൽ ചെയ്തു എൻ്റെ വയറങ്ങ് വീർത്തു വരുന്നു. അങ്ങനെ ശരിക്കും അപ്പൊ എൻ്റെ ഉള്ളിൽ ഞാൻ മരിക്കുകയാണ് എന്നുള്ള ആ ചിന്ത ഇങ്ങനെ കൂടി വരികയാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊക്കെ പറഞ്ഞു എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. ഉടനെ മെഡിക്കൽ ടീമുകളൊക്കെ എത്തി, ഡോക്ടർമാർ അനേകർ വന്നു. എന്നെ പെട്ടെന്ന് ICUലേക്ക് മാറ്റി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഒരു അൺകോൺഷ്യസ് മൈൻഡിലാണ് പിന്നീടായി. ഈ സമയത്ത് ഡോക്ടർമാർക്ക് മനസ്സിലായി എൻ്റെ ഈ ഓവറിയിലെ സിസ്റ്റ് ഇൻഫെക്ഷനായി, അത് ബൾജ് ചെയ്തു. അത് വളരെ എൻ്റെ ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ അത് വലിച്ചെടുക്കുകയും അത് ബൾജ് ചെയ്യുകയാണ്. പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന തീരുമാനത്തിൽ മെഡിക്കൽ സംഘം എത്തി. അപ്പോൾ അവര് സർജറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. എൻ്റെ പേരൻസിനോട് ഇങ്ങനെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്, ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ചെയ്യും, പക്ഷെ
ഒന്നും പറയാനില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക എന്ന് ഈ ഡോക്ടർമാർ അറിയിച്ചു. എൻ്റെ മാതാപിതാക്കളും ഞങ്ങളുടെ റിലേറ്റീവ്സും ഒക്കെ അവിടെ എത്തിച്ചേരുകയും എല്ലാവരും ഞാൻ അങ്ങനെ അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് ഞാൻ മരിച്ചു എന്നുള്ള ഒരു അറിയിപ്പ് കൂടി നൽകി. അപ്പോൾ അവര് വല്ലാത്ത പ്രയാസത്തിലും വളരെ കരച്ചിലും ഒക്കെയായി നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതൊന്നും എൻ്റെ ഓർമ്മയിലില്ല. പക്ഷെ ഞാനിങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന ഒരു കാഴ്ച, എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വേർപെടുകയും ഞാനിങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് എൻ്റെ ആത്മാവ് മുകളിൽ നിൽക്കുകയും ചെയ്യുന്നു. കുറെ സമയം ആ കാഴ്ച ഞാൻ നോക്കി നിന്നു. ഡോക്ടർമാർ എൻ്റെ വയറ് ഇങ്ങനെ സർജറി ചെയ്യുന്നു. അങ്ങനെയുള്ള നേഴ്സുമാര് അവര് വലിയൊരു കൂട്ടം അവിടെ നിൽക്കുന്നു. അങ്ങനെ അവർ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ ആത്മാവ് മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ മരിച്ചു എന്ന് മനസ്സിലായി. എൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു. അല്പസമയം അങ്ങനെ അവിടെ നിന്നതിന് ശേഷം ആത്മാവ് മുകളിലേക്ക് ഉയർന്നുയർന്നു പോകാൻ തുടങ്ങി. അങ്ങനെ ദീർഘസമയങ്ങൾ അങ്ങനെ യാത്ര ചെയ്തു. ആ യാത്ര ചെയ്ത സമയത്തൊക്കെ വലിയ ഭയാനകമായ ഒരു ഇരുട്ടിന്റെ അവസ്ഥയും ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഇപ്പോഴും എൻ്റെ ആത്മാവിനെ കാണാനും കേൾക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള സാഹചര്യമുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ അനുഭവിക്കുകയാണ്. അങ്ങനെ ദീർഘസമയത്തിന് ശേഷം ഞാൻ ഒരു വലിയ വാതിലിന്റെ മുന്നിൽ ചെന്നു നിന്നു. അപ്പോൾ എൻ്റെ ഈ ബാല്യകാലത്തിലെ അനുഭവങ്ങളിൽ നിന്നും എൻ്റെ മാതാപിതാക്കളിൽ നിന്നും എൻ്റെ ഗ്രാൻഡ് ഫാദർ എപ്പോഴും പറയുമായിരുന്നു, നമ്മൾ ക്രിസ്ത്യാനികൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന്. ആ ഒരു ചിന്ത എൻ്റെ ഉള്ളത്തിൽ കിടന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ്, ഇതാണ് സ്വർഗം, ഞാൻ ഈ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ചിന്തയോടുകൂടി ഞാൻ ആ വലിയ വാതിലിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ആ വാതിൽ എൻ്റെ മുന്നിൽ തുറക്കുന്നില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് വേണ്ടി ഈ വാതിൽ ആര് തുറക്കും? അങ്ങനെ ഞാൻ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് മുകളിൽ നിന്ന് ഒരു ശുഭ്രവസ്ത്രധാരിയായ ഒരു വ്യക്തി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വളരെ തിടുക്കത്തിൽ ചോദിച്ചു, ഇത് സ്വർഗമല്ലേ, എന്നെ ഈ സ്വർഗത്തിലേക്ക് ഈ വാതിൽ തുറന്നൊന്ന് കയറ്റാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് സ്വർഗമാണ്, പക്ഷെ ഇപ്പോൾ മോളെ ഈ സ്വർഗത്തിലേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്നെ കയറ്റാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോളെ, ഭൂമിയിൽ നിങ്ങൾ മനുഷ്യർ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തു തീർത്താൽ മാത്രമേ ഈ സ്വർഗത്തിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ വിഷമമായി. ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്ക് ഇനി ഭൂമിയിൽ പോയിട്ട്, അപ്പോൾ ഒരു 1-2 ആഴ്ചയായിട്ട് ഞാൻ അനുഭവിക്കുന്ന ആ വേദനകൾ അതികഠിനമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്കിനി ഭൂമിയിലേക്ക് തിരികെ പോകണ്ട, എനിക്ക് ഈ സ്വർഗത്തിന്റെ വാതിൽ ഒന്ന് തുറന്നു തരൂ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇനി ഇങ്ങനെ വേദനകൾ ഉണ്ടാവില്ല, മോള് തിരികെ ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക, അവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർത്തതിന് ശേഷം മടങ്ങി വരിക, അപ്പോൾ സ്വർഗത്തിന്റെ വാതിൽ മോൾക്ക് വേണ്ടി തുറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ആ സമയത്ത് എനിക്ക് ഉണ്ടായി. പിന്നെ ദീർഘ ദിവസങ്ങൾ ഞാനൊരു കോമ സ്റ്റേജിലായിരുന്നു. ഞാൻ ഒരു അൺകോൺഷ്യസ് സ്റ്റേജിൽ അങ്ങനെ കിടന്നു. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ അതിനിടയിൽ ഞാൻ മരിച്ചു എന്ന് ഡോക്ടർമാർ മെഡിക്കൽ ശാസ്ത്രം വിധിയെഴുതി. വീണ്ടും അല്പസമയത്തിന് ശേഷം എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് അവര് എൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ അറിയിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയും അതിനേക്കാൾ മാരകമായ ഒരു സ്റ്റേജിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അങ്ങനെ കുറെ ദിവസങ്ങൾ, ഏകദേശം 10-12 ദിവസത്തോളം ഞാൻ ആ കോമ സ്റ്റേജിലായിരുന്നു. അപ്പോഴും ഡോക്ടർമാര് എന്നെ ഒരു മുറിയിൽ തനിയായിട്ട്, ഒരു ഡോക്ടറും ഒരു നേഴ്സും അടങ്ങുന്ന ഒരു സംഘം എപ്പോഴും എന്നെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രത്യേക നിരീക്ഷണത്തിൽ ഞാൻ അങ്ങനെ ദിവസങ്ങളോളം അവിടെ കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇങ്ങനെ ഒരു വലിയ സ്റ്റേജിൽ ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ ഇനി ജീവൻ തിരികെ കിട്ടിയാലോ, വളരെ ശാരീരികമായിട്ടോ ബുദ്ധിപരമായിട്ടോ ഈ ഇൻഫെക്ഷൻ എൻ്റെ ബ്രെയിനിനെ ഒക്കെ ബാധിച്ചിരുന്നത് കൊണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഡിസബിലിറ്റീസ് ജീവിതത്തിൽ സംഭവിക്കാം. അതുകൊണ്ട് അങ്ങനെ എൻ്റെ മാതാപിതാക്കളെ ഡോക്ടർമാർ അറിയിച്ചു. പക്ഷേ 12 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബോധം തിരികെ വരികയും ഞാൻ പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. ആദ്യഘട്ടങ്ങളിലൊക്കെ അപ്പോഴുണ്ടായ ഒരു ചെറു പൈതലിനെ പോലെ
വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയിലൂടെയാണ് എനിക്ക് മുമ്പോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ കഴിഞ്ഞത്. എനിക്ക് ഭക്ഷണം കഴിക്കാനോ ബെഡിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കാനോ ഒന്നും പറ്റാതെ ദിവസങ്ങളോളം ഞാൻ ഇങ്ങനെ കട്ടിലിൽ തന്നെയായിരുന്നു കിടന്നത്. അങ്ങനെ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചെറുതായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ തിരികെ ഒരു 2 മാസം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ എനിക്കുണ്ടായ ഈ അനുഭവത്തെ കുറിച്ച് എൻ്റെ മാതാപിതാക്കളോടൊക്കെ എപ്പോഴും പറഞ്ഞു. പക്ഷെ അവരൊക്കെ അന്നേരം എന്നെ അത് ഗണ്യമാക്കാതെ അങ്ങനെ അതിങ്ങനെ നമുക്കങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അങ്ങനെ ചെറിയ അനുഭവങ്ങൾ ഉണ്ടാകും, അതൊന്നും മോള് കാര്യമാക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് എപ്പോഴും ചോദിക്കും, ഇത് എന്താണ് അപ്പച്ച ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്? ഇവിടെ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോളെ പ്രാർത്ഥിക്കുക, എന്താണ് എന്ന കാര്യം അത് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്തൊക്കെ ഞാൻ ആ വിഷയത്തിന് വേണ്ടിയിട്ട് വളരെ പ്രാർത്ഥിച്ചു. എങ്കിലും എനിക്കിത് എന്താണ് ചെയ്യാനുള്ളത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു കാര്യം മനസ്സിലായില്ല. ഞാൻ ശരിക്കും നന്നായിട്ട് എനിക്ക് വായനാശീലമുള്ളത് കൊണ്ട് തന്നെ ഞാൻ പല പുസ്തകങ്ങൾ വായിക്കുകയും ബൈബിൾ ഞാൻ നിരന്തരം വായിച്ചു കൊണ്ടിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ബൈബിൾ വായിക്കുമ്പോഴൊന്നും എന്താണ് ഇതിന്റെ അർത്ഥമെന്നോ അത് ശരിയായ തലത്തിൽ ഉൾക്കൊള്ളുവാനോ ഒന്നും അന്ന സാഹചര്യത്തിൽ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഏകദേശം ഒരു 6 മാസത്തിന് ശേഷം ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുകയും ഞാൻ തിരികെ ജോലിക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ജോലിക്ക് പോയി ഞാൻ മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറിയെങ്കിലും എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു നിരാശയും ഒരു ഭയവും ഒക്കെ ഇങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് പഴയ പോലെ ഇടപെടാനും ഒക്കെ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തുടങ്ങി. എൻ്റെ സഹോദരിമാരും ഒക്കെ എൻ്റെ ഈ സ്വഭാവത്തിലെ മാറ്റങ്ങളൊക്കെ അവർക്കും മനസ്സിലായി. പക്ഷെ എന്താണ് ഇനി ചെയ്യാനുള്ളത് എന്നതിനെ കുറിച്ചൊന്നും ആർക്കും എനിക്ക് ഒരു ഉത്തരം പറഞ്ഞു തരാൻ ആർക്കും പറ്റിയില്ല. അതുവരെ ഞാൻ ഈ അനുഭവം ഉണ്ടാകുന്നത് വരെ ഞാൻ വളരെ ആർഭാടമായിട്ട് വസ്ത്രധാരണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ അതുമുതൽ വളരെ ഒരു ചേഞ്ച് ഉണ്ടാവുകയും ഞാൻ ഒരു വളരെ ലാളിത്യപരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയി. ഈ നിരാശയൊക്കെ എന്നിൽ ഉണ്ടായിരുന്നു എങ്കിലും മാതാപിതാക്കൾ എനിക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് വിവാഹം ആലോചിക്കുകയും അപ്പോൾ ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞു, ഈ അനുഭവങ്ങൾ പങ്കുവച്ചതിന് ശേഷം അതിൽ സമ്മതിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമാണ് ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും അവര് അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച ഒരു വിവാഹം 1995 അങ്ങനെ എനിക്ക് വിവാഹം നടന്നു. വിവാഹത്തിന് ശേഷം അങ്ങനെ ഞങ്ങൾ വീണ്ടും ജീവിതം കുടുംബമായിട്ട് ആരംഭിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവൻ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു നിരീശ്വരവാദിയായ ഒരു വ്യക്തിയായിരുന്നു. ആകെ ഞങ്ങളുടെ വിവാഹ സമയത്ത് മാത്രമാണ് അദ്ദേഹം പള്ളിയിൽ ഒന്ന് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് വിവാഹം നടന്നത്. എങ്കിലും എന്നോട് പറഞ്ഞു, നിന്റെ വിശ്വാസത്തിനോ നിന്റെ കാര്യങ്ങൾക്കോ ഒന്നും ഞാൻ ഒരു എതിരും നിൽക്കില്ല, നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ദൈവത്തിൽ വിശ്വസിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു അനുവാദം അദ്ദേഹം എനിക്ക് തരികയുണ്ടായി. അപ്പോൾ വീണ്ടും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു മുന്നോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നുവെങ്കിലും എന്താണ് ചെയ്യാനുള്ളത് എന്നതിനെ കുറിച്ച് എനിക്കൊരു വ്യക്തമായ ധാരണ അപ്പോഴും കിട്ടിയില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഏകദേശം 2 വർഷം കഴിഞ്ഞു എനിക്ക് കുട്ടികളില്ലാത്ത അവസ്ഥയായി. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കുണ്ടായ ഈ അനുഭവങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഓർത്ത് വീണ്ടും ഞാൻ വലിയ നിരാശയിലേക്ക് മാറി. ആ സമയത്ത് ഞാൻ വളരെ ഡോക്ടർമാരെ നേരത്തെ ട്രീറ്റ്മെന്റ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഹോസ്പിറ്റലുകളിൽ പോവുകയും ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുകയും വളരെയധികം മെഡിസിൻ എടുക്കുകയും വീണ്ടും അവര് ഒരു സർജറി, ഓവറിയിൽ വീണ്ടും സിസ്റ്റ് ഉണ്ടായത് നിമിത്തം ഒരു സർജറി കൂടി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ 3 വർഷം കഴിഞ്ഞു, മാറ്റങ്ങളില്ലാതെ ഇങ്ങനെ തുടരുകയാണ്. 4ാമത്തെ വർഷമായപ്പോഴേക്കും ഞാൻ ഒരു അപ്പോൾ 4ാമത്തെ വർഷം വീണ്ടും ഡോക്ടർമാരെ കണ്ട് സംസാരിച്ചപ്പോൾ, ഇനി മെഡിക്കൽ സയൻസിന് ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം പ്രവർത്തിക്കുമെന്നാണ് അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പോഴങ്ങനെ ഞാൻ വളരെ നിരാശപ്പെട്ട് ഇങ്ങനെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്താണ് ദൈവമേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ വീണ്ടും എൻ്റെ മുന്നിൽ ആ തേജോമയമായ ആ വ്യക്തി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ആ കൈകളിൽ ഒരു ബൈബിൾ അദ്ദേഹം പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, മോളെ ഭാരപ്പെടേണ്ട, ഈ തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നീ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു അനുഭവം
എനിക്കുണ്ടായപ്പോൾ വീണ്ടും ഞാൻ വചനം ഒന്നുകൂടി വായിക്കാൻ തുടങ്ങി. ആ ഒരു അനുഭവത്തിന് ശേഷം വചനം ഞാൻ വായിക്കുമ്പോൾ എനിക്ക് വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. യേശു കർത്താവ് പുതിയ നിയമം ഞാൻ വീണ്ടും വീണ്ടും വായിക്കുകയും യേശു കർത്താവിന്റെ ജീവിത കാര്യങ്ങളെ കുറിച്ച് ഞാൻ പഠിക്കുകയും യേശു കർത്താവ് ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും അദ്ദേഹം നൽകുന്ന യേശു കർത്താവിലൂടെ കിട്ടിയ രോഗസൗഖ്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ അതിൽ നിന്ന് വളരെ നന്നായിട്ട് മനസ്സിലാക്കുവാനൊക്കെ ആ സമയത്ത് എനിക്ക് സാധിച്ചു. ആ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്ന ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ 2 ആൺമക്കൾ ആ സമയത്ത് ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നു എന്ന് ഞാൻ അറിയാനിടയായി തീർന്നു. അപ്പൊ അതുവരെ ആ വിശ്വാസത്തെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു ധാരണയോ അതിനോട് എനിക്ക് യാതൊരു താല്പര്യമോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ 2 ആൺമക്കളോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവരെന്നോട് ഒരു ചോദ്യം ചോദിച്ചു. കുഞ്ഞമ്മേ, ഇന്ന് മരിച്ചാൽ കുഞ്ഞമ്മയുടെ ആത്മാവ് എവിടെ പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ പഴയ സംഭവം എൻ്റെ മനസ്സിലേക്ക് വരികയും ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ എന്ത് പറയാൻ പറ്റും, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ എവിടെ പോകും? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾ സ്വർഗത്തിൽ പോകും, ഞങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, ക്രിസ്തുവിനോട് ചേരാനുള്ള സ്നാനം ഏറ്റുകഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും സ്വർഗരാജ്യം അവന്റെ മുന്നിൽ തുറക്കുമെന്ന് ആ മക്കൾ പറയുവാനിടയായി തീർന്നു. ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഞാൻ ആ രക്ഷാവാചകം അവർ പറഞ്ഞു തന്ന ആ രക്ഷാവാചകം ഏറ്റുപറയുകയും ചെയ്തു. തുടർന്ന് ഞാൻ വീണ്ടും തിരുവചനം കാര്യങ്ങളൊന്നും മറ്റാരും അറിഞ്ഞില്ല, ഞങ്ങൾ 3 പേര് മാത്രം അറിഞ്ഞതാണ്. വീണ്ടും ഞാൻ വചനം വായിക്കുകയും കൂടുതൽ വചനത്തിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് എനിക്ക് 1998 ആദ്യ സമയങ്ങളിലാണ് ഇങ്ങനെ ഈ കാര്യം നടന്നത്. അപ്പോൾ തന്നെ ജൂൺ മാസം ആയപ്പോഴേക്കും എനിക്ക് എറണാകുളം ജില്ലയിലേക്ക് PSC വഴി ഇവിടെ ജോലി ലഭ്യമായി. ഞാൻ മലപ്പുറത്ത് ഉണ്ടായിരുന്ന ഈ 6 വർഷം കൊണ്ട് തന്നെ ഞാൻ ഡിഗ്രി പാസ്സാവുകയും B.Ed ഡിപ്പാർട്ട്മെന്റ് വഴി തന്നെ B.Ed പൂർത്തീകരിക്കുകയും എനിക്ക് അവിടെ ഹൈസ്കൂളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ UP സ്കൂളിലേക്ക് വന്ന് എറണാകുളം ജില്ലയിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഇവിടെ ആയിരുന്ന സമയത്താണ് 1998 നവംബർ മാസത്തിൽ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ദേവദാസൻ റെയ്നാൾഡ് ബോംഗയുടെ ഒരു വലിയ കൺവെൻഷൻ നടക്കുന്നത്. മധ്യ കേരളത്തിൽ മുഴുവൻ വലിയ ഒരു സുവിശേഷത്തിന്റെ ഉണർവിന് കാരണമായി മാറിയ ഒരു വലിയ കൺവെൻഷൻ ആയിരുന്നു അത്. അപ്പോൾ ഈ മക്കൾ എന്നോട് പറഞ്ഞു, കുഞ്ഞമ്മേ, നമുക്ക് ഈ മീറ്റിങ്ങിന് കടന്നു പോകാമെന്ന് പറഞ്ഞ് അവര് എന്നെയും കൂട്ടി ഈ രാത്രി കാലങ്ങളിൽ അവിടെ നിന്നും ഒത്തിരി ആളുകളെ ഒരുമിച്ച് ചേർത്ത് എല്ലാവരും ചേർന്ന് ഞങ്ങൾ വാഹനത്തിൽ ഈ എല്ലാ ദിവസവും കൺവെൻഷന് പോയിരുന്നു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞുവെങ്കിലും അദ്ദേഹം വരാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ നിർബന്ധിച്ച് ഒരു ദിവസം മാത്രം അദ്ദേഹം ഈ കൺവെൻഷന് വരികയുണ്ടായി. കൺവെൻഷന്റെ 2ാം ദിവസം രാത്രിയിൽ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, അവിടെ നിന്ന് പറഞ്ഞു, മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയും അന്ന് ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി ദമ്പതിമാർ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും എഴുന്നേറ്റ് നിന്നു. ദേവദാസൻ ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ലാസ്റ്റ് സൺഡേയിൽ ഞാൻ ഹസ്ബൻഡിനോട് വളരെ പ്രയാസപ്പെട്ട് ചോദിച്ച് ഒരു അനുവാദം വാങ്ങുകയും ഈ മക്കളോട് ഒരുമിച്ച് അങ്കമാലിയിലുള്ള ഒരു ദൈവസഭയിലേക്ക് കടന്നു പോകുവാനും എനിക്ക് സാധിച്ചു. അങ്ങനെ ഞാൻ ആ ദൈവസഭയിലേക്ക് കടന്നു പോയപ്പോൾ വളരെ വയോധികനായ ഒരു ദൈവദാസനാണ് അവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ കടന്നു ചെല്ലുന്നത്, ഞാനും ഈ 2 മക്കളും കൂടി കടന്നു ചെല്ലുന്നത് കണ്ടപ്പോൾ ആ ദൈവദാസൻ ഇങ്ങനെ, ഞാൻ ചെന്നിരുന്നപ്പോൾ ഇങ്ങനെ ആത്മാവിൽ പ്രവചിക്കുന്നതാണ് ഞാൻ കേട്ടത്. ഈ കടന്നു വന്ന യുവതി ഇന്നേക്ക് 1 വർഷം തികയുന്നതിന് മുമ്പ് ഒരു ആൺ പൈതലുമായിട്ട് ഈ ആലയത്തിന്റെ പടി ചവിട്ടുമെന്നുള്ള ഒരു ദൂതാണ് ഞാൻ കേട്ടത്. ഞാനത് ആ സമയത്ത് തന്നെ സ്വീകരിക്കുകയും ആ ദൂത ഏറ്റെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ ദൈവദാസൻ പറഞ്ഞതുപോലെ തന്നെ 10 മാസങ്ങൾക്ക് ശേഷം 1999 സെപ്റ്റംബർ മാസത്തിൽ ദൈവം എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകി. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. യാതൊരു മെഡിസിനും, അതുവരെയുള്ള എല്ലാ മെഡിസിനും ഞാൻ നിർത്തിയിരിക്കുകയായിരുന്നു. യാതൊരു മെഡിസിനും കഴിക്കാതെ 1 വർഷമായിട്ട് ഞാൻ തുടരുകയായിരുന്നു. അങ്ങനെ
ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിക്കുകയും ദൈവം ഒരു ആൺ പൈതലിനെ നൽകി ഞങ്ങളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഞാൻ പ്രിയപ്പെട്ടവനോട് പറയുകയും ഈ കുട്ടിയുമായിട്ട് 2 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആ ആലയത്തിലേക്ക് അങ്ങനെ ഒരുമിച്ച് കടന്നു പോവുകയും ചെയ്തു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ പറയുമ്പോഴൊക്കെ പ്രിയപ്പെട്ടവൻ എതിര് പറയുന്നില്ലെങ്കിലും, നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നീ അങ്ങനെ പോയിക്കൊള്ളുക, ഞാൻ എൻ്റെ വിശ്വാസവുമായിട്ട് ഞാൻ മുന്നോട്ട് പോവും, എന്നെ ഇതിൽ നിന്ന് മാറ്റാൻ ആർക്കും സാധിക്കില്ല എന്നൊരു നിലപാടിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ നിർബന്ധിക്കാറില്ല, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി പിറ്റേ വർഷമായപ്പോഴേക്കും ഞങ്ങൾ അങ്കമാലിക്ക് പോകുന്നത് യാത്ര ബുദ്ധിമുട്ടായത് കൊണ്ട് പെരുമ്പാവൂരിൽ തന്നെ ഒരു AG സഭയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ അവിടേക്ക് മാറുകയും അവിടെ ആരാധനയ്ക്കായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന്റെ മാതാവ് അന്ന് വളരെ പ്രായം ഉണ്ടായിരുന്നു അമ്മച്ചിക്ക്, ഏകദേശം 82-85 വയസ്സിനോട് അടുത്തിരുന്നു അമ്മച്ചിയും. ഞാൻ പോകുന്നത് അറിഞ്ഞപ്പോൾ ഞങ്ങളോടൊപ്പം ആരാധനയ്ക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കൊക്കെ അത് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും എൻ്റെ ഈ സാക്ഷ്യം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അവരാരും അതിന് എതിർപ്പുകളൊന്നും പുറമെ പ്രകടിപ്പിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ആ സഭയിൽ കടന്നുപോയി എല്ലാ സൺഡേയിലും പോകുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് 2000 ഡിസംബർ മാസത്തിൽ ആ സഭയില് ഒരു ഉപവാസ പ്രാർത്ഥനയും തുടർന്ന് സ്നാന ശുശ്രൂഷയും നടക്കുകയാണ്. അപ്പോൾ മീറ്റിങ്ങുകൾക്കൊന്നും ഞാൻ പോകുന്നതിനുള്ള സ്വാതന്ത്ര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരു പകൽക്കാലം രാവിലെ സമയം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകണം എന്നുള്ള ഒരു വലിയ വാഞ്ച എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ അപ്പോൾ തന്നെ എഴുന്നേറ്റ് റെഡിയായി സ്കൂളിലേക്ക് പോകുന്നു എന്നുള്ള ഭാവത്തിൽ ഞാൻ എല്ലാം ചെയ്ത് ഞാൻ അന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് സഭയിലേക്ക് കടന്നുപോയി. അപ്പോഴന്ന് അവിടെ ഉച്ചയ്ക്ക് ശേഷം സ്നാനം നടക്കുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് സ്നാനത്തെ കുറിച്ചുള്ള ക്ലാസ്സും വചന ശുശ്രൂഷയും ഒക്കെ അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവസാനം ആ വചന ശുശ്രൂഷിക്കുന്ന സമയത്ത് മുഴുവൻ എൻ്റെ ഉള്ളത്തിലിരുന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുകയാണ്. ഇപ്പോൾ ഇന്ന് തന്നെ സ്നാനപ്പെടുക എന്നുള്ള ഒരു ഉൾവിളി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആ ദൈവദാസൻ ശുശ്രൂഷിച്ച കഴിഞ്ഞ് സ്നാനപ്പെടാനുള്ളവർ മുന്നോട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഞാൻ എൻ്റെ മനസ്സുകളിൽ അറിയാതെ തന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ എങ്ങനെയോ ഏറ്റവും മുമ്പിൽ ദൈവദാസന്റെ മുന്നിൽ ചെന്ന് നിന്നു. അപ്പോൾ അദ്ദേഹത്തിനും വളരെ അത്ഭുതമായി, ഇത് സ്നാനപ്പെടാനുള്ളവർ വരാനാണ് പറഞ്ഞത്, ടീച്ചർ പോയി ഇരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കിപ്പോൾ സ്നാനപ്പെടണം. അപ്പോൾ ആരാണ് ടീച്ചറിനോട് ഇപ്പോൾ സ്നാനപ്പെടാൻ? അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു, എന്നോട് സ്നാനപ്പെടാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴങ്ങനെ ആ ദൈവദാസൻ ആ സമയത്ത് തന്നെ എന്നെ മറ്റുള്ളവരോടൊപ്പം എന്നെ സ്നാനപ്പെടുത്തുകയും അങ്ങനെ വീട്ടിലൊന്നും ആരെയും അറിയിക്കാതെ, ഞാൻ ആരോടും ഇത് അറിയിക്കാതെ അങ്ങനെ പെരുമ്പാവൂരിൽ തന്നെ ഉള്ള ഒരു തോട്ടിൽ വെച്ചാണ് അന്ന് സ്നാനം നടന്നത്. അവിടെ വെച്ച് എന്നെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. പിറ്റേ ആ സൺഡേയിൽ തന്നെ ഞാൻ വളരെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ വേണ്ടി വളരെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഞായറാഴ്ച തന്നെ ആരാധനയിൽ വലിയ ദൈവ സാന്നിധ്യം എൻ്റെ മേൽ വരികയും പരിശുദ്ധാത്മാവിൽ ആരാധിക്കുവാനും ഒക്കെ ദൈവം എനിക്ക് കൃപ തന്നു. അപ്പോൾ ഞാൻ സ്നാനപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ അമ്മച്ചിയും അപ്പോൾ തന്നെ അമ്മച്ചിക്കും സ്നാനപ്പെടണം എന്ന് പറയുകയും ആ സൺഡേ തന്നെ അമ്മച്ചിയുടെ സ്നാനവും നടക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് 2002 ആയപ്പോഴേക്കും രണ്ടാമത്തെ മകൻ ജനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഭവനത്തിലായിരുന്നപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ എൻ്റെ ഭവനത്തിലേക്ക്, അടുത്ത് തന്നെയാണ് എൻ്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് മാറി താമസിക്കുവാനിടയായി. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എല്ലാവരുടെയും വിവാഹമൊക്കെ കഴിഞ്ഞു. മാതാപിതാക്കളോടൊപ്പം ആരും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടേക്ക് മാറി താമസിച്ചു. അപ്പോൾ അവിടെയുള്ള ചുറ്റുപാടിൽ നിന്ന് എനിക്കിങ്ങനെ ആരാധനയ്ക്ക് പോകുവാനൊക്കെ വളരെ പ്രയാസകരമായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് സൺഡേ രാവിലെ ആരാധനയ്ക്ക് കൊണ്ടുവിടുകയും തിരിച്ചു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്കിലുമൊക്കെ ഞാൻ പലപ്പോഴും നിർബന്ധിച്ചാലും ഒരു ദിവസം പോലും ആരാധനയ്ക്ക് അദ്ദേഹം അങ്ങോട്ട് ആരാധനാ ഹാളിലേക്ക് കടന്നു വന്നിരുന്നില്ല.
അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് 2004 എൻ്റെ പിതാവ് ക്യാൻസർ രോഗത്താൽ ബാധിതനാവുകയും വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു 4th സ്റ്റേജിലാണ് രോഗം തിരിച്ചറിഞ്ഞത്. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സ്റ്റേജിലേക്ക് മാറുകയും ചെയ്തു. ആദ്യഘട്ടങ്ങളിലൊന്നും ഒരു ദൈവദാസനെ പോലും ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടക്കുന്നതിന് അദ്ദേഹം അനുവദിച്ചിരുന്നതല്ല. ഇങ്ങനെ ബുദ്ധിമുട്ടായ സമയത്ത് ദൈവസഭയിൽ ഞാൻ ഇത് അറിയിക്കുകയും അവിടെ നിന്ന് ദൈവദാസന്മാർ നിരന്തരം കടന്നു വരികയും എൻ്റെ പിതാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പിതാവ് ഈ രോഗം മൂർച്ഛിച്ച അവസ്ഥയിലൊക്കെ വളരെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. എങ്കിലും ഒരു ദിവസം ഇങ്ങനെ കർത്തദാസന്മാർ വന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. തുടർന്ന് ഒരു മാസത്തോളം അദ്ദേഹം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പോയിക്കൊണ്ടിരുന്നു. എങ്കിലും വീണ്ടും രോഗം കൂടുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഈ മരണസമയത്ത് ഞാൻ അതുവരെയും ഇങ്ങനെ മരണം കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ പിതാവ് മരിക്കുന്ന വിഷമത്തിൽ ഇങ്ങനെ ഞാൻ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് അടുത്ത മുറിയിലേക്ക് ഓടിപ്പോവാൻ ഒരു ഉൾപ്രേരണ ഉണ്ടാവുകയും ഞാൻ അങ്ങനെ അടുത്ത മുറിയിലേക്ക് പോയിട്ട് എൻ്റെ പിതാവിന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് പിതാവിന്റെ ആത്മാവ് വേർപെടുവാനിടയായി തീർന്നു. അപ്പോൾ പിതാവിന്റെയും മരണം എൻ്റെ മാതാവിനെയും വളരെയേറെ തളർത്തിയിരുന്നു. എങ്കിലും മാതാവും ഈ ദൈവദാസന്മാർ പിന്നീട് നിരന്തരം ഭവനത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മാതാവ് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുവാനുള്ള തീരുമാനങ്ങളെ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് മാതാവും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ 2 പേരുടെയും മരണം ഇങ്ങനെ അടുത്തടുത്ത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാരും റിലേറ്റീവ്സും ഒക്കെ എനിക്കെതിരെ തിരിയുകയും സമൂഹം മുഴുവൻ ഞാനിങ്ങനെ ഈ വിശ്വാസം ത്യജിച്ച് പോയത് കൊണ്ടാണ്, ആ പാരമ്പര്യം വിട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഈ കുടുംബത്തിന് വന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ പഴിചാരിക്കൊണ്ടിരുന്നു. ആ സമയത്ത് എന്നെ ആരാധനയ്ക്ക് പോകുന്നതിനും ഒക്കെ അവര് തടസ്സങ്ങൾ പറയുകയും അങ്ങനെ എനിക്ക് അവിടെ മുന്നോട്ട് തുടർന്നു പോകാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും ഒക്കെ ചെയ്തു. എങ്കിലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്ക് കുറെ നാളുകളിലേക്ക് എന്നെ വിടാതിരുന്നു. ഞാൻ ഇങ്ങനെ ആരാധനയ്ക്കൊന്നും പോയില്ലെങ്കിലും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവവുമായിട്ട് യേശുവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിൽ അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങള് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് കടന്നു വരികയും അവിടെ പിന്നീട് താമസമാക്കുകയും ചെയ്തു. അങ്ങനെ ഈ സമയത്ത് എൻ്റെ സഹോദരിമാരും എന്നെ വളരെയധികം, അവർക്കും ഞാനിങ്ങനെ പോയത് മൂലം അവർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് കുടുംബത്തിൽ ഇങ്ങനെ അനർത്ഥങ്ങളൊക്കെ സംഭവിച്ചത് എന്നുള്ള ഒരു ചിന്തയിൽ അവർക്കും എന്നോടൊരു ദേഷ്യമായിരുന്നു. പക്ഷെ ഇങ്ങനെ മാതാവിന്റെ മരണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മാതാവിന്റെ മരണത്തോടുകൂടി ഞാൻ വളരെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഇങ്ങനെ കരഞ്ഞ് ഉറങ്ങിയ ഒരു രാത്രിയിൽ ഇങ്ങനെ ഒരു അനുഭവം വീണ്ടും ഞാൻ ഒരു സ്വപ്നം കാണുകയാണ്. ഇങ്ങനെ പലവിധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാനിങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിലത്ത് കിടക്കുന്ന സമയത്ത് ഒരു ഉയരത്തിൽ നിന്ന് ഒരു കൈ വന്നിട്ട് ഉള്ളം കൈയിലേക്ക് എന്നെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് എന്നോട് ചോദിക്കുകയാണ്, മോളെ നിനക്ക് ഞാനില്ലേ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഭാരപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ടായി. ആ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ഭാരങ്ങളും എല്ലാ വേദനകളും നിരാശകളും മാറുകയും ഞാൻ വീണ്ടും ദൈവസന്നിധിയിൽ വളരെ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകുവാനും ഇടയായി തീർന്നു. ആ ഒരു സ്വപ്നം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയ, ഇന്നും അത് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ ബലമാണ്. അങ്ങനെ പിന്നീട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അതിനെ തരണം ചെയ്യുവാനും പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കും. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ എൻ്റെ മൂത്ത സഹോദരി, അവര് ബാംഗ്ലൂരിലാണ്, അന്ന് കുടുംബമായിട്ട് ജോലിയോടുള്ള ബന്ധത്തിൽ ബാംഗ്ലൂരിലായിരുന്നു. അവരും എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ദൈവ സന്നിധിയിലേക്ക് കടന്നു വന്നു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾ സ്നാനപ്പെടുവാൻ പോവുകയാണ്, ഞങ്ങൾ കുടുംബമായിട്ട്. അവര് മക്കളോട് ഒരുമിച്ച് അവർ 4 പേരും ഒരുമിച്ച് അങ്ങനെ സ്നാനപ്പെടുകയാണെന്നുള്ള വിവരം അറിഞ്ഞു. ആ സമയം മുതൽ ഇന്ന് വരെ
കുടുംബം എന്നെ എപ്പോഴും എന്നെ താങ്ങുന്നതിനുമൊക്കെ എന്നെ ഓരോ പ്രവർത്തനങ്ങൾക്കുമൊക്കെ അവരെ എനിക്ക് കൈത്താങ്ങിക്കൊണ്ട് എന്നോടൊപ്പം നിലനിൽക്കുന്നു. അപ്പൊ ദൈവം അന്ന് കാണിച്ച ആ സ്വപ്നം പോലെ തന്നെ എന്റെ ജീവിതത്തിൽ എപ്പോഴും കൈത്താങ്ങാൻ വേണ്ടിയിട്ട് അവര് ആ കുടുംബത്തെ നിർത്തിയിരിക്കുന്നു. അതോടൊപ്പം എന്റെ പിതൃഭവനത്തിൽ നിന്ന് വീണ്ടും 3-4 വ്യക്തികൾ, എനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ട വ്യക്തികൾ കൂടി ഈ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും പ്രാർത്ഥനയിലൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കുവാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. വീണ്ടും 2005 ഞങ്ങൾ ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്ന് അങ്ങനെ അവിടെ വീണ്ടും പ്രാർത്ഥനകൾക്കൊക്കെ മുടക്കമില്ലാതെ ആ മക്കളോടൊപ്പം ഞാനും പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ദേശത്തുള്ള രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ചേർന്ന്, ദേശത്ത് ഒരുമിച്ച് ചേർന്ന് ഈ അല്ലപ്രയിൽ തന്നെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിൽ അന്ന് ഞങ്ങൾ വളരെ ചുരുക്കം പേര്, ഒരു 7-8 വ്യക്തികളെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ തന്നെ പ്രാർത്ഥനയായിട്ട് ക്രമീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. 2007 ആയപ്പോഴേക്കും ഈ അല്ലപ്രയുടെ ദേശത്ത് ഒരു 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കൺവെൻഷൻ നടത്തുകയും ആ കൺവെൻഷൻ മൂലം ഈ അല്ലപ്രയിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർ യേശുക്രിസ്തുവിനെ അറിയുവാനും അനേകർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ഇടയായിത്തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ നിയോഗമനുസരിച്ച് ആ സമയത്ത് ദൈവദാസന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് ഞങ്ങൾ ഒരു സഭയായിട്ട് ഈ ദേശത്ത് തന്നെ മുന്നോട്ട് പോകുവാൻ തീരുമാനമെടുക്കുകയും അങ്ങനെ സങ്കീർത്തനം സഭയായിട്ട് ഞങ്ങൾ ഈ ദേശത്ത് തന്നെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അന്ന് വളരെ ചുരുക്കം 7-8 പേരോട് കൂടി ആരംഭിച്ച ഈ സഭ ഇന്ന് ഏകദേശം 32-33 കുടുംബങ്ങൾ സഭയിലുണ്ട്. വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുകയും പ്രാർത്ഥിക്കും. ദേശത്ത് തന്നെ ഞങ്ങൾ സഭ ഹോള് ആയി ഇപ്പോൾ ഇവിടെ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ ആയിരിക്കുന്നു. അങ്ങനെ സഭയായിട്ട് വളരെ സന്തോഷത്തോടെ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. മക്കളുടെ ജീവിതത്തിലും മൂത്ത മകന്റെ പഠനം സമയത്ത് തന്നെ അവൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ അവനോട് ഈ സമയത്തും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, നീ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ്. എങ്കിലും അവന്റെ പഠന സമയത്ത് എനിക്ക് ഒരു ചിന്ത ഇങ്ങനെ വന്നു, കർത്താവിന്റെ ജോലിയോടൊരുമിച്ച് കർത്താവിന്റെ വേല ചെയ്യാനുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുന്ന എന്നതിനെ കുറിച്ചൊക്കെ ചിന്ത വന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ വെച്ചു. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ അങ്ങനെയുള്ള കോഴ്സുകളെ കുറിച്ചൊക്കെ ഉള്ള ചിന്ത എന്നിൽ ഉണ്ടാവുകയും ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിർദ്ദേശിച്ച പ്രകാരമുള്ള ഒരു നോട്ടിക്കൽ സയൻസ് എന്ന കോഴ്സ് തിരഞ്ഞെടുത്ത് അങ്ങനെ പഠനം മുന്നോട്ട് പോയി. അവൻ ജോലിയിലായിരിക്കുന്നു. അവൻ ജോലിയോടൊപ്പം ഇവിടെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ 6 മാസത്തേക്ക് ഫ്രീ ആണ്. ആ സമയത്ത് അവൻ നോർത്ത് ഇന്ത്യയിലെ മിഷൻ ഫീൽഡുകളിലേക്ക് കടന്നു പോകുവാനും ദൈവത്തിന്റെ അവിടെയുള്ള വേലക്കാരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുവാനും ഒക്കെ ദൈവം കൃപ ചെയ്യുന്നു. അതോടൊപ്പം ഞങ്ങളും ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ തുടങ്ങി മുന്നോട്ട് പോകുന്ന സമയത്ത് 2007 മുതൽ ഞങ്ങളിങ്ങനെ ദേശത്ത് തന്നെ ആരാധന ക്രമീകരണങ്ങളൊക്കെ നടത്തിയ സമയം മുതൽ പ്രിയപ്പെട്ടവനും പ്രാർത്ഥനകൾക്കും ഒക്കെ ആയിട്ട് മീറ്റിങ്ങുകൾക്കൊക്കെ പതുക്കെ കടന്നു വരുവാൻ തുടങ്ങി. 2009 ആയപ്പോഴേക്കും അദ്ദേഹം പൂർണ്ണമായിട്ടും വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും സ്നാനപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് ചേരുവാനും ദൈവം കൃപ ചെയ്തു. ഇന്ന് സന്തോഷത്തോടു കൂടി എന്നേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ ഒരു വിശ്രമ ജീവിതത്തിലായതുകൊണ്ട് തന്നെ സഭയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഒരു ക്രിസ്തീയ ജീവിതം അദ്ദേഹം മുന്നോട്ട് നയിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എല്ലാവരെയും, അതുപോലെ ഇളയ മോനാണെങ്കിലും ഇളയ മോനെ കുറിച്ച് പറയുമ്പോൾ 1-2 സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അവൻ വളരെ ചെറുപ്രായത്തിൽ അവന് ഉണ്ടായി 1.5 വയസ്സായപ്പോഴാണ് ഞാൻ പറഞ്ഞ ഈ എന്റെ മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ കടന്നുപോയപ്പോൾ എനിക്ക് ഇവന്റെ ആ ശൈശവത്തിൽ അവനെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുവാനോ അവനെ വേണ്ട വിധത്തിൽ കെയർ ചെയ്യുവാനോ ഒന്നും എനിക്ക് ആ സമയത്ത് സാധിച്ചില്ല. അപ്പോൾ ഇവൻ ചെറുപ്രായത്തിൽ തന്നെ വളരെ കുസൃതിയും അങ്ങനെ വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് വളർന്നത്. അവനെ ഞാൻ LKG പഠിക്കുമ്പോൾ തന്നെ അവന്റെ
ക്ലാസ് ടീച്ചർ ഒരു ദിവസം എന്നെ വിളിപ്പിക്കുകയും ഈ കുട്ടിക്ക് ബുദ്ധിപരമായിട്ട് ഒരു മുന്നേറ്റമില്ല, അവനെ ഈ സ്കൂളിൽ നിന്ന് നിങ്ങൾ മാറ്റിക്കൊള്ളുക എന്നോട് അറിയിച്ചു. എനിക്കും ഞാൻ അവനെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ അവന്റെ മാറ്റങ്ങളൊക്കെ എനിക്കും മനസ്സിലായി. അപ്പോൾ ഞാൻ അങ്ങനെ ആ ദിവസം വളരെ ഭാരത്തോടു കൂടി ദൈവസന്നിധി ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ അങ്ങനെ പറഞ്ഞതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് ഒരു ശനിയാഴ്ച ദിവസം പെരുമ്പാവൂരിൽ വെച്ചൊരു കൺവെൻഷൻ നടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ കുഞ്ഞിന്റെ വിഷയം, ഈ പഠിക്കാൻ പറ്റാത്ത, ഈ ബുദ്ധിപരമായ ഒരു വൈകല്യമുള്ള പോലെ തോന്നുന്ന ഈ അവസ്ഥയെ കുറിച്ചോർത്ത് ഞാൻ വല്ലാതെ ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ച് അന്ന് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കടന്നുപോയി. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. ഞാൻ ഏറ്റവും പിറകിൽ ഇങ്ങനെ ചെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ദൈവദാസൻ ഇങ്ങനെ ആ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ഈ ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും പിൻഭാഗത്ത് ഒരു യുവതി തന്റെ ഒരു ചെറിയ കുഞ്ഞിന്റെ പഠനത്തെ ഓർത്ത് വല്ലാതെ ഭാരപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സഹോദരിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഭാരപ്പെടേണ്ട, ആ മകൻ ഉയർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോഴേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന് പ്രവർത്തിക്കുകയും അവൻ നല്ലൊരു നിലയിൽ വിജയം കൈവരിക്കുകയും ചെയ്യും, ഭാരപ്പെടേണ്ട എന്നുള്ള ഒരു ദൂത് അങ്ങനെ എന്നോട് ഇടപെടുകയും ചെയ്തു. ആ ദൂതും ഏറ്റെടുത്ത് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പഠന സാഹചര്യമായിരുന്നുവെങ്കിലും പിന്നീട് അതൊക്കെ മാറുകയും അവൻ നല്ല രീതിയിൽ അവൻ പഠിക്കുകയും ഇപ്പോൾ MBA ഫസ്റ്റ് സെം കഴിഞ്ഞു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവനും ദൈവം ഇത്രത്തോളം നല്ല രീതിയിൽ പഠിക്കുവാനൊരു കൃപ ദൈവം നൽകി. അതുപോലെ കുട്ടികളുടെ ആ ടീനേജ് പരുവത്തിലൊക്കെ അവർ പലപ്പോഴും ആ ചീത്ത കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോകുന്നു എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടായപ്പോൾ ഞാനിങ്ങനെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ ഇടപെട്ടു. സങ്കീർത്തനങ്ങൾ 31:20 പറയുന്നു, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കുമെന്ന വാക്യം എന്നോട് ഇടപെട്ടു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും ആ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ വിടുവിക്കപ്പെട്ട് അവര് ദൈവസന്നിധിയിൽ ഇപ്പോഴും നിലനിൽക്കുവാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും, മുന്നോട്ട് പോകുന്ന ഓരോ സന്ദർഭങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കുകയും അവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജീവിതത്തിലെ ഏത് അനുഭവങ്ങൾ വരുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളും കുടുംബമായിട്ട് അവധി കിട്ടുന്ന സമയങ്ങളിലൊക്കെ മിഷൻ ഫീൽഡുകളിലേക്ക് കടന്നു പോവുകയും അവിടെയുള്ള ദൈവദാസന്മാരെ കണ്ട് മിഷൻ ഫീൽഡുകൾ സന്ദർശിക്കുകയും ദൈവദാസന്മാരോടൊത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ഇന്ത്യയുടെ മിക്കവാറും സംസ്ഥാനങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം ഞങ്ങൾക്കും അവസരം തന്നുകൊണ്ടിരിക്കും. തുടർന്നും ദൈവത്തിന്റെ വേണ്ടിയിട്ട് കൂടുതൽ പ്രയോജനപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തുന്നത് പോലെ മുന്നോട്ട് പോകുവാൻ, ദൈവത്തിനു വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മലയാളത്തിൽ എപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ട്. അന്നേ മരിച്ചുപോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വൻ നരകമതിൽ, തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ, നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ. ഈ പാട്ടാണ് എൻ്റെ ജീവിതത്തിന്റെ ആകെ കാര്യം എന്ന് പറയുന്ന, ആകെ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ പാട്ടാണ്. അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ നിത്യ നരകത്തിലേക്ക് പോകുമായിരുന്നു. അതിൽ നിന്ന് സർവകൃപാലുവായ ദൈവം എന്നെ വിടുവിക്കുകയും ഈ കൃപാദാനങ്ങൾ നൽകി ഇന്നും ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് ഇന്നും എന്നെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പാട്ടാണ് എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. എൻ്റെ മക്കൾ എന്നോട് എപ്പോഴും പറയും, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് എന്ന് അവരെപ്പോഴും എന്നോട് ഇങ്ങനെ എന്നെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ദൈവത്തിന് വേണ്ടിയിട്ട് ഇനിയും കൂടുതൽ പ്രയോജനപ്പെടുവാൻ, ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് ആ നിലവാരത്തിലേക്ക്
ഇനിയും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നതിനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ളത്. അതിനുള്ള എല്ലാ നന്ദിയും കർത്താവിന്റെ ദാസനോട് അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ഈ അരോമ ടിവിയുടെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. അരോമ ടിവിയിൽ വരുന്ന സാക്ഷ്യങ്ങളൊക്കെ ഞാൻ പണ്ട് മുതലേ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭ്യമായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അരോമ ടിവിയെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ ആ 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിലെ 14-15 വാക്യങ്ങളാണ് ഇങ്ങനെ ഓർമ്മ വരുന്നത്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അനേകർക്ക് ക്രിസ്തുവിന്റെ ആ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് കർത്താവിന്റെ ദാസനെയും ഈ മീഡിയയും ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു എന്ന് തിരുവചനം പറയുന്നത് പോലെ ഇനിയും അനേകർക്ക് വേണ്ടിയിട്ട് കർത്താവിന്റെ ദാസനും ഈ ടീമും ഈ അരോമ ടിവിയും അനേകർക്ക് സൗരഭ്യ വാസനയായിട്ട് മാറുവാൻ വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ ഞാൻ അങ്ങയുടെ ദാസനെയും പ്രവർത്തകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒപ്പം കർത്താവിന് വേണ്ടിയിട്ട് ഇനിയും എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളത്തിലുണ്ട്. അപ്പൊ ഇനിയും അത് ചെയ്തു തീർക്കുവാൻ ദൈവം എനിക്കും അവസരങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, കുടുംബമായിട്ട് ദൈവത്തിന്റെ വേല ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ദൈവം ഞങ്ങളെയും ഒരുക്കുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഒപ്പം ഈ അരോമ ടിവിയുടെ എല്ലാ പ്രവർത്തകർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിലപ്പെട്ട ദാസനു കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകർക്ക് ഇതൊരു വിടുതലായി മാറുവാനും ഒരു സാക്ഷ്യം അനേക സാക്ഷികളെ ഉളവാക്കുമെന്നാണല്ലോ നമ്മൾ തിരുവചനത്തിലൂടെ ഗ്രഹിക്കുന്നത്. ഈ സാക്ഷ്യത്തിലൂടെ അനേകർ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ തങ്ങളുടെ ആ പാപചിന്തകളൊക്കെ വിട്ടുകൊണ്ട് അനേകർ ക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാനും അനേകർ രക്ഷിക്കപ്പെടുവാനും അനേകർ സ്നാനപ്പെടുവാനും ഒക്കെ മുഖാന്തരമായി തീരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇനിയും അരോമ ടിവിയിലൂടെ അനേകർക്ക് മാനസാന്തരത്തിനും അനേകർക്ക് രക്ഷയ്ക്കും മതിയായ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ അരോമ ടിവിയിലൂടെ ഇനിയും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ നല്ല കർത്താവേ, ഈ സമയം ഞങ്ങൾ തിരുപാദപീഠത്തിലേക്ക് അടുത്തു വരികയാണപ്പാ. ഇങ്ങനെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് കർത്താവ് എനിക്കൊരു അവസരം തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ഈ കേൾപ്പിച്ച ഈ സാക്ഷ്യം ഇത് അനേകർക്ക് വിടുതലായി മാറുവാൻ, അനേക ജീവിതങ്ങൾക്ക് ഇതൊരു വലിയ വിടുതലായി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യത്തിലൂടെ അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാനും ഈ രക്ഷയുടെ സന്ദേശം അനേകർ മനസ്സിലാക്കുവാനും തങ്ങൾ ഒരു നിത്യതയ്ക്ക് വേണ്ടി അനേകരെ ഒരുക്കുവാനും ഇത് മുഖാന്തരമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതിയതായി തീർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ക്രിസ്തീയ അനുഭവത്തിലേക്ക് അനേക ജീവിതങ്ങൾ കടന്നു വരുവാനും അനേകർ രക്ഷിക്കപ്പെട്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാനും ഇതൊരു മുഖാന്തരമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇനിയും അരോമ ടിവിയിലൂടെ കേൾക്കപ്പെടുന്ന സാക്ഷ്യങ്ങൾ അനേകർക്ക് പ്രയോജനമായി മാറുവാൻ, അനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതായി മാറുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇങ്ങനെ ഒരു നല്ല സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത് അനേക ജീവിതങ്ങൾക്ക് വിടുതലായി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പ പ്രാർത്ഥന അപ്പൻ കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ ജീന ജോർജ്. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ അത്ഭുത നടത്തിപ്പുകളെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കർത്താവിന്റെ വിലപ്പെട്ട ദാസിയുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും ഇത്തരത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തില് ചില അനുഭവങ്ങള്, സാക്ഷ്യങ്ങള് നമ്മുടെ ജീവിതത്തില് അത് അനുഗ്രഹമാണ്. ചില സന്ദർഭത്തില് അതിനു വേണ്ടിയിട്ട് ചില വില കൊടുക്കേണ്ടതായി വരും, ചില വേദനകൾ സഹിക്കേണ്ടി വരും, ചില
നമ്മൾ ആഗ്രഹിക്കാത്ത പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടതായി വരും. വളരെ നല്ല ചെറുപ്പത്തിൽ തന്നെ, നല്ല യൗവനത്തിൽ തന്നെ അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. എന്നാൽ ദൈവത്തിൻ്റെ വലിയ ചില പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമായിരുന്നു അത് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ശാരീരികമായും മാനസികമായും ആത്മീയമായും ചില മണ്ഡലങ്ങളിൽ ചില സർജറികളായിരുന്നു ആ നല്ല യൗവനത്തിൽ തന്നെ ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷേ ആ സർജറികളെല്ലാം സക്സസ് ആയി എന്ന് വേണം പറയാൻ. സ്തോത്രം. എല്ലാ സർജറിയും ഒരുപോലെ സക്സസ് ആയി. ആത്മീയമായും മാനസികമായും ശാരീരികമായും നടന്ന സർജറികളെല്ലാം തന്നെ അതിൻ്റെ വിജയത്തിലെത്തുവാൻ ദൈവം കൃപ ചെയ്യുന്നു. ഡോക്ടർമാര് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. കാത്തുനിന്ന പ്രിയപ്പെട്ടവരോടൊക്കെ പറഞ്ഞു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന്. മരണം അല്ലെങ്കിൽ മരിച്ചു എന്ന് വൈദ്യശാസ്ത്രം വിധി കൽപ്പിച്ച ആ സ്ഥാനത്ത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോയ നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ അല്ലെങ്കിൽ ദൈവം ആ സ്വർഗീയ കവാടത്തിൽ നിന്ന് സംസാരിച്ച ആ ദൈവശബ്ദം കേൾക്കുവാൻ, ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, ആത്മമണ്ഡലത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ഇപ്പോൾ സമയമായില്ല, ഇനിയും ചിലത് ചെയ്യുവാനുണ്ട്, ഒരു ദൗത്യം ഭരമേൽപ്പിച്ച് വീണ്ടും ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനൊരു സാക്ഷ്യം പറയുവാൻ കർത്താവ് കൃപ ചെയ്തു. സ്തോത്രം. അപ്പോൾ ആ സർജറി അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. രണ്ടാമത്തെ സർജറി അത് ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഉള്ള ഒരു വിഷയമാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അപ്രതീക്ഷിതമായിട്ടാണ് ഒരു നിരീശ്വരവാദിയായ ഒരാളുമായിട്ടുള്ള ഒരു വിവാഹം നടക്കുന്നത്. എന്നാൽ അതിൻ്റെ പിന്നിലും മറ്റു സർജറി അല്പം കാലം കാത്തിരുന്നതിന് ശേഷം അതും പൂർത്തീകരിക്കപ്പെട്ടു. അത് പ്രിയ ജീവിത പങ്കാളിയുടെ ജീവിതത്തിലാണ് ആ സർജറി നടന്നത്. അത് സിസ്റ്ററിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ആ സർജറി നിർവഹിക്കപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ ഒരാത്മമണ്ഡലത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് നിർജീവമായിരുന്ന ഒരു മണ്ഡലമായിരുന്നു. അതിനെ ജീവനുള്ളതാക്കി തീർക്കുവാൻ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ പര്യാപ്തമായ ഒരു തലത്തിലേക്ക് ഒരുക്കിയെടുക്കുവാൻ ആ ഒരു സർജറി ആവശ്യമായിരുന്നു. അതും അവിടെ നിർവഹിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവനും ഇന്ന് വളരെ ഉത്സാഹത്തോടുകൂടി ഇന്ന് ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക മാത്രമല്ല, ആ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനായി തീരുവാൻ തക്കവണ്ണം ദൈവം അദ്ദേഹത്തെ ഒരുക്കിയെടുത്തു. അതും ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. പിന്നീട് സമൂഹത്തിലെല്ലാവരും, വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണ് മക്കൾ എന്ന് പറയുന്നത്. ഹന്നായെ പോലെ കരഞ്ഞ നാളുകളുണ്ട്, നിന്ദിക്കപ്പെട്ട അനുഭവങ്ങളുണ്ട്. പക്ഷേ അവിടെ എറണാകുളത്ത് നടന്നതായ ആ മെഗാ ക്രൂസൈഡിൽ വെച്ച് ദൈവത്തിൻ്റെ ദാസൻ റെയ്നാഡ് ബോങ്കെ പ്രാർത്ഥിച്ചു. അവിടെ അടയപ്പെട്ടതായ ഗർഭഫലം അത് അവിടെ പുറപ്പെടുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചു. ചില തടസ്സങ്ങൾ അവിടെയും മാറി. ഒന്നല്ല, 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തന്നു. അങ്ങനെ ആ കുടുംബജീവിതത്തെ ദൈവം ധന്യമാക്കി. കുടുംബജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും വ്യക്തിപരമായ ജീവിതത്തെയും കാഴ്ചപ്പാടുകളെയും എല്ലാത്തിനും മാറ്റം വരുത്തിക്കൊണ്ട് വലിയൊരു സർജറി എല്ലാ മേഖലകളിലും അത് പൂർത്തീകരിക്കപ്പെട്ടു. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ആത്മീയ ജീവിതം, കുടുംബജീവിതം, തലമുറകളോടുള്ള ബന്ധത്തിലും എല്ലാ മേഖലകളിലും സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്നുള്ള സാക്ഷ്യം കേൾക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസിയെ, കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ ജീവിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ, ഇനിയും ഉയരങ്ങൾ താണ്ടുവാൻ സ്വർഗം കൃപ ചെയ്യട്ടെ എന്ന് ഇത്തരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് അരോമ TV കടന്നു വന്ന് സാക്ഷ്യം പങ്കുവച്ചതിന് കർത്താവിൻ്റെ ദാസിയോടായ നന്ദി, സ്നേഹം, കടപ്പാട് അറിയിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ കേട്ട ശേഷം ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം ഓൺലൈൻ പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. നിങ്ങളും അതിൽ പങ്കാളികളാകണം. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ളതായ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെയും ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ സഹകരിപ്പിക്കുവാൻ ഉത്സാഹിപ്പിക്കണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.